നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. സഞ്ജു സാംസൺ ക്രിക്കറ്റ് വിടുന്നു, മലയാളികളുടെ അഭിമാനമായിട്ടുള്ള സഞ്ജു സാംസൺ ക്രിക്കറ്റ് വിടുന്നു എന്ന ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതം അതല്ലെങ്കിൽ ഞെട്ടലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഏകദേശം മലയാളികൾ അതിനു വേണ്ടി അദ്ദേഹത്തെ വളരെ മിനക്കെട്ട് തന്നെ രംഗത്തിറങ്ങി വന്നിട്ടുണ്ട്. മിക്കവാറും സഞ്ജു സാംസൺ ക്രിക്കറ്റ് വിടേണ്ടി വരും. കാരണം ഇന്ന് രാവിലെ മുതൽ വാർത്തകളും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നോക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, സഞ്ജു സാംസണെ കളിപ്പിച്ചില്ല, സഞ്ജു സാംസൺ അവിടെ ഇരുത്തി, സഞ്ജു സാംസണെ ഇവരെ കിടത്തി എന്നും പറഞ്ഞുകൊണ്ട് മലയാള കൂട്ടിക്കൊടുപ്പ് മാമ തേർഡ് റേറ്റ് മാധ്യമങ്ങളും പിന്നെയോ ഒരുപാട് സുഡാപ്പി കുഞ്ഞുങ്ങളും പിന്നെയോ ഒരുപാട് കൊങ്ങി അതല്ലെങ്കിൽ നരഭോജി കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ നിരൂപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഈ പോസ്റ്റുകളും അതല്ലെങ്കിൽ ഈ വാർത്തകളും കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്നറിയാമോ? നമ്മളെല്ലാം കണ്ടതാണ് ആഴ്ചകൾക്ക് മുൻപേ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനം. ആ സംസ്ഥാനത്ത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടും മതം മാറ്റവുമായി ബന്ധപ്പെട്ടും 2 സ്ത്രീകൾ, മലയാളി സ്ത്രീകൾ അറസ്റ്റിലാവുന്നു. ആ മലയാളി സ്ത്രീകളെ കന്യാസ്ത്രീകൾ എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ വിളിക്കുന്നത് എന്നതാണ് രസം. ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടത് കൊണ്ട് തന്നെ തെളിവ് സഹിതം അറസ്റ്റിലാവുന്നു. സത്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടേണ്ടിയിരുന്ന അവരെ അവസാനം NIA കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് അന്നും ഇതേ മലയാളികളായിരുന്നു. മലയാളിക്ക് ഒരു ഗുണമുണ്ടെന്നറിയാമോ? മലയാളി എല്ലാതും രാഷ്ട്രീയ തിമിരം ബാധിച്ച തീവ്രവാദ വർഗീയ വൃത്തികെട്ട കണ്ണോടുകൂടി മാത്രമേ കാണുകയുള്ളൂ. അത് നരേന്ദ്രമോദി 2014 ഭരണത്തിൽ വന്നതിന് ശേഷം, അദ്ദേഹം 2016 അദ്ദേഹത്തിന്റെ ഭരണത്തിന് ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനാവും. കാരണം സംഘി ചാപ്പ കൊടുത്തുകൊണ്ടും RSSന്റെയും അതല്ലെങ്കിൽ തീവ്രവാദ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ ഭാരതത്തിന്റെ ഇന്നുള്ള മേന്മകളെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഇക്കൂട്ടർ ചെയ്യുക, അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കൂട്ടർ തന്നെയാണ് മലയാളികൾ. അതുകൊണ്ട് സഞ്ജു സാംസന് വേണ്ടി സഞ്ജു സാംസന്റെ ചോര വീഴ്ത്തിയിട്ട് ഇനി ഇക്കൂട്ടർ ഒതുങ്ങുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് കൃത്യമായിട്ടും തങ്ങൾ മനുഷ്യക്കടത്തല്ല നടത്തിയത്, തങ്ങൾ ആധികാരികമായിട്ട് അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്, ഞങ്ങൾ മതം മാറ്റാനല്ല എന്ന് ആ 2 സ്ത്രീകൾക്ക്, കന്യാസ്ത്രീകൾ എന്ന് വിളിക്കപ്പെടുന്ന ആ 2 ക്രിമിനൽ കേസിലെ പ്രതികളായിട്ടുള്ള ആ സ്ത്രീകൾക്ക് സ്റ്റേഷനിൽ ബോധിപ്പിച്ചിരുന്നെങ്കിൽ, വേണ്ട റെയിൽവേ സ്റ്റേഷനിൽ അവരെ തടഞ്ഞു വെച്ച് അപ്പോൾ ആ പോലീസ് അധികാരികളെ അറിയിച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് ജാമ്യം കിട്ടി അവരുടെ സുഗമമായിട്ട് അവർക്ക് യാത്ര പോകാമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് എവിടം വരെ എത്തിച്ച ആ വിഷയം എന്ന പോലെ തന്നെയാണ് ഇന്ന് സഞ്ജു സാംസന് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങി എന്ന് പറഞ്ഞ മലയാളി ഇറങ്ങുമ്പോൾ അതിനെയും കാണേണ്ടത്. നോക്കൂ, അന്ന് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഈ മലയാള മാധ്യമങ്ങളും ഇവിടെയുള്ള രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരും ഇവിടത്തെ രാഷ്ട്രീയം നോക്കി മാത്രം വാ തുറക്കുന്ന, എന്നാൽ ഞാൻ പ്രബുദ്ധനാണ് എന്നും പറഞ്ഞ് നടക്കുന്ന മണ്ടൻ മലയോളിയും അവസാനം അവരെ എവിടെ എത്തിച്ചു എന്ന പോലെ തന്നെ ഈ സഞ്ജുവിനെയും എത്തിക്കുന്നുള്ളത് നിസ്സംശയം പറയാം. നമുക്ക് സഞ്ജുവിന്റെ ക്രിക്കറ്റ് കളിയിൽ ആർക്കും സംശയമില്ല. അഭിമാനത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ കളിയെ നമ്മളെല്ലാവരും കാണുന്നത്. ഇന്ന് 2020-ൽ ഏറ്റവും ഓപ്പണിങ്ങിന് അദ്ദേഹം തന്നെയാണ് ഏറ്റവും മികച്ച ഒരു വ്യക്തി എന്നിരിക്കെ അദ്ദേഹത്തെ ഇറക്കുന്നില്ല എന്നുള്ളത് അത് അവരുടെ ആധികാരികമായിട്ടുള്ള BCCI-യുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തെ കളിക്കാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഭാരത BCCI എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നോക്കാനും അവർക്കറിയാം. അല്ലാതെ ഈ 4 അണയ്ക്ക് നക്കാപ്പിച്ച നക്കി നടക്കുന്ന ഇവിടത്തെ മലയാള കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളും രാജ്യദ്രോഹി വർഗങ്ങളുമായിട്ടുള്ള അടിമ കൊങ്ങികളും കോൺഗ്രസ്സുകാരും ഒന്നുമല്ല അദ്ദേഹത്തെ ക്രിക്കറ്റ് ടീമിൽ എടുത്തതും അദ്ദേഹത്തെ കളിപ്പിക്കുന്നതും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര വിരുദ്ധത എന്നറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല, ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാജി അദ്ദേഹത്തിന്റെ മകനാണ് BCCI-യുടെ തലപ്പത്തുള്ളത്. അതുകൊണ്ട് BJP-ക്കിട്ടും RSSനിട്ടും ഭാരതത്തിനിട്ടും ഏതൊക്കെ രീതിയിൽ ചവിട്ടാൻ പറ്റുമോ ആ രീതിയിൽ ചവിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആയുധം മാത്രമാണ് സഞ്ജു സാംസൺ. അല്ലാതെ ഇത്രയും നാൾ സഞ്ജുവിനോട് ഇല്ലാത്തൊരു സ്നേഹം പെട്ടെന്ന് പൊട്ടിമുളച്ചത് എങ്ങനെയെന്നൊക്കെ നമ്മൾക്കറിയാം. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശുമായിട്ടുള്ള കളിയിൽ കൃത്യമായിട്ട് സഞ്ജു സാംസന് മുൻപ് ഇറക്കമായിരുന്നു എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിരിക്കാം. പക്ഷെ അത് ആ അഭിപ്രായത്തോടു കൂടി ആയിരിക്കണം തീരേണ്ടത്. അല്ലാതെ ഇവിടെ മാധ്യമങ്ങൾ തലകുത്തി മറിഞ്ഞ് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയൊക്കെ ജിഹാദി കമ്മ്യൂണിസ്റ്റ് നരഭോജി കൊങ്ങി കൂട്ടങ്ങളൊക്കെ നിലവിളിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയറിനെ ബാധിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം. നോക്കൂ, സഞ്ജു സാംസന് മുൻപും അഭിനാർഹനായിട്ടുള്ള അതല്ലെങ്കിൽ ഓരോ മലയാളിക്കും അഭിമാനമായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ശ്രീശാന്ത് എന്നുള്ള ഒരുത്തൻ. ശ്രീശാന്ത് കൊച്ചിക്കാരനാണെന്ന് എന്റെ അറിവ്. ഈ ശ്രീശാന്ത് ക്രിക്കറ്റിൽ വന്നതും പിന്നീട് ശ്രീശാന്തിന്റെ അഹങ്കാരത്തോടു കൂടിയുള്ള പെരുമാറ്റവും
അവസാനം കോഴ വാങ്ങി എന്നുള്ള കുറ്റാരോപിതനായി നാണം കെട്ട് നാറി പുറത്തു വരുന്ന ശ്രീശാന്തിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ സഞ്ജു സാംസൺ അങ്ങനെയല്ല, കൃത്യമായിട്ട് വ്യക്തിത്വമുള്ള ഒരു വ്യക്തി തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ഈ ബംഗ്ലാദേശുമായിട്ടുള്ള കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ മറുപടിയും ഓരോ മലയാളിയും കേൾക്കേണ്ടതാണ്. അഭിമാനത്തോടു കൂടി അതിനെയാണ് പൊക്കിപ്പിടിക്കേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ഇവിടത്തെ ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളോ ഇവിടത്തെ ഈ നാലാകിട രാജ്യദ്രോഹികളുടെ ഫേസ്ബുക്ക് പോസ്റ്റോ ഒരിക്കലും ഉപകരിക്കില്ല. നമുക്ക് മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നോക്കൂ, നിങ്ങൾ ഇത്ര കണ്ട് 2020-ൽ ഇത്രയും നല്ല കഴിവ് കാണിച്ചിട്ടും പുറത്തെടുത്തിട്ടും എന്തുകൊണ്ട് നിങ്ങളെ 5ഉം 6ഉം 7ഉം സ്ഥാനത്തേക്ക് തഴയുന്നു, അതിൽ നിരാശയില്ലേ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചൊരു തിരിച്ചൊരു മറുപടി ഉണ്ട്. ആ മറുപടി ഒന്നൊന്നര മറുപടിയാണ്. അത് മലയാളിയുടെ അഭിമാനമായിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ഫാൽക്കെ അവാർഡ്, കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയിൽ നിന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മളെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടനെ കൂടി ചേർത്തുകൊണ്ടാണ് സഞ്ജു മറുപടി കൊടുത്തത്. എന്തെന്നറിയാമോ? നോക്കൂ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ മഹാനടൻ 30 വർഷമായി അദ്ദേഹം ഈ സിനിമാ മേഖലയിലുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടി രാഷ്ട്രപതിയിൽ നിന്നും. ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ ആ ഒരു ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. നോക്കൂ, അദ്ദേഹം ഈ 30 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം വില്ലൻ റോളുകൾ ചെയ്തിട്ടുണ്ട്, കൊമേഡിയൻ ആയിട്ടുണ്ട്, ജോക്കർ ആയിട്ടുണ്ട്, അദ്ദേഹം നായകനായിട്ടുണ്ട്, ഒരുപാട് റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനും കാണുന്നത്. വെറും 10 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ക്രിക്കറ്റിലേക്ക് വന്നിട്ട്. ഈ ക്രിക്കറ്റിൽ അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടി വന്നാൽ വില്ലൻ റോൾ ചെയ്യും, വേണ്ടി വന്നാൽ ഞാൻ ജോക്കർ റോൾ ചെയ്യും, ഞാൻ വേണ്ടി വന്നാൽ നായക റോൾ ചെയ്യും, എല്ലാ റോളും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നീ ഒന്നും വല്ലാതെ അങ്ങട്ട് കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കേണ്ട. കാരണം സ്വന്തം കഴിവ് കൊണ്ട് സ്വന്തം വഴിവെട്ടിപ്പോയവനാണ് സഞ്ജു സാംസൺ. അല്ലാതെ ഇവിടെ കിടക്കുന്ന നാലാംകിട കൂട്ടിക്കൊടുപ്പ് രാജ്യദ്രോഹി മാധ്യമങ്ങളോ ഈ മലയാളി നമ്പർ വൺ എന്ന് പറഞ്ഞു നടക്കുന്ന, എന്നാൽ രാജ്യത്തെവിടെ ലോകത്തെവിടെ ഇസ്ലാമിക ഭീകരമുണ്ടായാലും രാജ്യദ്രോഹമുണ്ടായാലും ലോകദ്രോഹമുണ്ടായാലും അവിടെയെല്ലാം മലയാളി അവന്റെ കയ്യൊപ്പ്, തനതായ കയ്യൊപ്പ് ചാർത്തി ഈ കേരളത്തെ ദൈവത്തിന്റെ നാടെന്ന ഖ്യാതിയിൽ നിന്ന് വെറും ചെകുത്താന്റെ അതല്ലെങ്കിൽ രാജ്യദ്രോഹികളുടെ നാടാക്കി മാറ്റിയ ആ ഖ്യാതിയിലേക്ക് എത്തിച്ച ഈ മലയാളി അല്ല സഞ്ജു സാംസനെ ഉയർത്തിക്കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള കഴിവ്, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം, അദ്ദേഹത്തിന്റെ വിശ്വാസം, സംസ്കാരം, അദ്ദേഹം ഈ ഭാരതത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ്, അതുകൊണ്ടാണ് അദ്ദേഹം എത്തിയത്. അതുകൊണ്ട് ആ മനുഷ്യന്റെ കരിയർ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അമിത്ഷായുടെ മകനോ അതല്ലെങ്കിൽ BCCI അല്ല, അത് ഈ കേരളത്തിലെ ഈ നാലാംകിട കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളും രാജ്യദ്രോഹികളായിട്ടുള്ള ഇസ്ലാമിക ജിഹാദികളായിട്ടുള്ള എപ്പോഴും രാജ്യത്തെ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ പ്രബുദ്ധനാണ് സംസ്കാര ശുംഭിഞ്ഞാണെന്നും പറഞ്ഞ് നടക്കുന്ന മണ്ടൻ മലയോളിയുടെ കൈകൊണ്ടായിരിക്കും ഈ സഞ്ജു സാംസന്റെ ക്രിക്കറ്റ് കരിയറിലെ അവസാനം സംഭവിക്കുക എന്ന് പറയേണ്ടതുണ്ട്. അദ്ദേഹം ഈ ഭാരത ക്രിക്കറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോൾ അത് മാക്സിമം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള കളികൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉയർന്നു പോകാനുള്ള കഴിവുണ്ട്. അല്ലാതെ ഞാൻ പണ്ടെന്നോ ആനപ്പുറത്തിരുന്നിരുന്ന അതിന്റെ തഴമ്പന്റെ ചന്തിയിലുണ്ടെന്നും പറഞ്ഞ് ആരും നടക്കേണ്ട. കാരണം ഇത് അടിമ ഗണ്ടി കോൺഗ്രസ് അല്ല ഈ ഭാരതം ഭരിക്കുന്നത്. കഴിവുള്ളവന് കയറിപ്പോവാം, അതല്ലെങ്കിൽ അഭിമാനത്തോടുകൂടി ഞാൻ ഇത്ര കഷ്ടപ്പെടാൻ തയ്യാറാണ്, കമ്മിറ്റ്മെന്റ് ഉള്ളവന് കയറിപ്പോവാം. അല്ലാതെ അടിമ ഗണ്ടി, എന്റെ തന്തയുടെ തന്ത അതല്ലെങ്കിൽ അമ്മയുടെ തന്ത പ്രധാനമന്ത്രിയായിരുന്നു, അതിനുശേഷം എന്റെ അച്ഛന്റെ അമ്മ പ്രധാനമന്ത്രിയായിരുന്നു, അതിനുശേഷം എന്റെ അച്ഛൻ പ്രധാനമന്ത്രിയെ, ഇനി ഞാനും പ്രധാനമന്ത്രി ആവണമെന്നും പറഞ്ഞ് നടക്കുന്ന മണ്ടൻ ഗണ്ടി പപ്പുവോ മണ്ടൻ ഗണ്ടി പ്രിയങ്ക എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഡാങ്കിനി മോളോ ഒന്നുമല്ല ഇന്ന് അത്തരത്തിലുള്ള ഡാങ്കിനികൾക്കും പപ്പുമാർക്കും ഒന്നും ഒരു സ്ഥാനവുമില്ല. അവർക്ക് ചവറ്റുകുട്ടയിൽ തന്നെയാണ്. ചന്തയിൽ തഴമ്പ് മാത്രം പോരാ, കഴിവും അതിനുള്ള കമ്മിറ്റ്മെന്റും ഈ രാജ്യത്തോട് ഉണ്ടെന്ന് രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടാൽ രാജ്യത്തെ ജനങ്ങൾക്കാണ്. ഈ മണ്ടൻ മലയോളി കേരളീയർക്കല്ല. മണ്ടൻ മലയോളിയുടെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മതി. കാരണം എത്രത്തോളം, അതിലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കുക, മണ്ടൻ മലയോളിയുടെ പ്രബുദ്ധത എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് മണ്ടൻ മലയോളി നിങ്ങളുടെ അപേക്ഷയാണ്, ദയവ് ചെയ്ത് ആ ചെറുപ്പക്കാരന്റെ ക്രിക്കറ്റ് കരിയർ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നീ ഇന്ന് ഛത്തീസ്ഗഡിലെ ആ കന്യാസ്ത്രീകൾ എന്ന് വിളിക്കപ്പെടുന്ന, എന്നാൽ മതം മാറ്റ അതല്ലെങ്കിൽ മനുഷ്യക്കടത്തിലെ പ്രതികളായിട്ടുള്ള ആ സ്ത്രീകളെ അവസാന NIA കോടതിയിൽ പോയിട്ട് ജാമ്യം എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച, അതുപോലെ ഈ സഞ്ജു സാംസനെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ ഉണ്ടല്ലോ,
അത് നശിപ്പിക്കാൻ നീ ദയവ് ചെയ്ത് നിന്റെ ആ തൂലിക ചലിപ്പിക്കല്ലേ. ദയവ് ചെയ്ത് നിന്റെയൊന്നും ആ രാജ്യദ്രോഹ വായുണ്ടല്ലോ അത് തുറക്കല്ലേ. ആ മനുഷ്യന്റെ കഴിവ് പോലെ തന്നെ ഉയർന്നു വന്ന് ഇന്ത്യൻ ടീമിൽ ഇടം നേടി അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ കഴിവിലൂടെ തന്നെ കൊണ്ടുപോയിക്കോളും. അല്ലാതെ നിന്റെയൊന്നും ഒരു കുത്തിക്കുറിക്കലും ഒരു വായിൽ നിന്നുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള രാഷ്ട്രീയ വിരുദ്ധപരമായിട്ടുള്ള ആ നിലപാട് കൊണ്ട് തന്നെ ആ മനുഷ്യനെ നശിപ്പിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.